ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ മനസ്സിൽ ഒരു വ്യക്തിയെ വിചാരിച്ചതിന് ശേഷം ആരെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഞാനിവിടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്തതിന് ശേഷം ആരെയാണോ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻസ്, ആ വ്യക്തിയുടെ ചിന്താഗതികൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ 2 ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വലിച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഒന്നാമതായി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒന്നാമത്തെ ഫയൽ, ഈ ഒരു ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ആ വ്യക്തികളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്, ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ആ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എന്താണ്, അങ്ങനത്തെ കുറച്ചധികം റീഡിംഗ് ആണ്. ഓക്കെ, അപ്പം ആ വ്യക്തി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്, കറണ്ട് സിറ്റുവേഷനിൽ എന്താണ് എന്നൊക്കെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി, ഇത് നിങ്ങളുടെ ഫ്രണ്ട്, ഫാമിലി, റിലേറ്റീവ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആരുമായിരിക്കാം, പക്ഷെ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ തേടി പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷനിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൂപ്പിൽ നിന്നും വേറൊരു കാര്യത്തിലോട്ട്, വേറെ എന്തൊക്കെയോ ഒരു ജോബ് ആയിരിക്കാം, കരിയർ ബേസിലുള്ള കാര്യങ്ങളായിരിക്കാം, വേറെ എന്തൊക്കെ കാര്യങ്ങളിലോട്ട് ഈ വ്യക്തി തേടി പോകുന്നൊരു പോയിന്റ് ആയിട്ട് കാണാൻ പറ്റും. ആ വ്യക്തി വിഷമത്തോടെ ആണെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് അതിലോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിൽ കിട്ടിയിരിക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് വേറെ ഏതോ ഒരു സ്ഥലത്തോട്ട് പോകുന്നതായിട്ടും, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു സംഭവത്തിലോട്ട്, വേറെ ഏതോ ഒരു ആഗ്രഹം സാധിക്കലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്നും കിട്ടാത്ത എന്തോ സാധനം കിട്ടി എന്നുള്ളൊരു കാരണം കൊണ്ട് ആ വ്യക്തി ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറെ അധികം ആൾക്കാർക്ക്. അല്ലെന്നുണ്ടെങ്കിൽ മേ ബി ഇതൊരു ഫിനാൻഷ്യൽ കരിയർ ബേസിലുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്ന, നാട് വിട്ടു പോകുന്നതായിരിക്കാം, വെളിയിലോട്ട് പോകുന്നതായിരിക്കാം, അബ്രോഡ് കൺട്രീസിലോട്ട് ജോലിക്കൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഈ വ്യക്തി നിങ്ങളുടെ നിന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിന്നൊരു ടൈമിൽ ഭയങ്കരമായിട്ടും ഒരു ലേറ്റപ്പ് ഉണ്ടാക്കി തന്ന വ്യക്തിയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഇങ്ങനെ ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും ചേഞ്ച് ആക്കാൻ വേണ്ടി മാത്രം ഈ വ്യക്തിക്ക് അത്രയും കഴിവുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരാളായിട്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു രാജാവ് തന്നെയായിരുന്നു. ആ ഒരു കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. പക്ഷെ അതിനെ തിരികൊളുത്തിയത് ഈ ഒരു വ്യക്തിയായിട്ടാണ്. അതായത് നിങ്ങളെ തിരിച്ചെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ കൂടുതൽ നിങ്ങളുമായിട്ട് അടുപ്പിക്കുവാനും, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങളെ റിയലൈസ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് വഴികാട്ടിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറെ അധികം ഒരു മെന്റർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൂടാം. നിങ്ങളെക്കാട്ടി ഏജ് കുറഞ്ഞ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടി ഏജ് കൂടുതലായിട്ട് വ്യക്തിയായിരിക്കും. പക്ഷെ നിങ്ങളെ ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട്, പലതിലും നിങ്ങളെ നയിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പലതിലും നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിത്വത്തെ കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് മേ ബി
നിങ്ങളൊരു രാജാവായിരിക്കും. പക്ഷേ ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട് നിങ്ങളെ ഇതൊരു കിങ് മേക്കറാണ്. ആ വ്യക്തിക്ക് തീരുമാനിക്കാം നിങ്ങളെ കിങ് ആക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി മാത്രം പവറുള്ളൊരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രയും അധികം ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ ബുദ്ധിപരമായിട്ടും മാനിപ്പുലേറ്റ് ചെയ്തിട്ടും നിങ്ങളെ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യാനുള്ളൊരു പവറും ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കൂടുതലായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ കരിയറിൽ തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ അത്രത്തോളം അറിയാം, ഡീപ്പായിട്ട് നിങ്ങളെ കൂടുതലും പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കുറെ അധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു സമയം, നിങ്ങൾക്കൊരു നല്ലൊരു സക്സസ്, നിങ്ങൾക്കൊരു നല്ലൊരു പോയിന്റ് വരരുതെന്ന് എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്ന് നിങ്ങൾക്കൊരു വിധി ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു വ്യക്തി തടസ്സമായിട്ട് നിൽക്കുന്ന കുറെ അധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, മേ ബി ഈ വ്യക്തി അറിയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പോണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കാർമിക്കൂടെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നൈസായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജി കൊണ്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്നും സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ടോട്ടലി നിങ്ങളൊരു ലോ എനർജിയിലോട്ട് കയറും. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുത്ത് നിങ്ങൾ കയറി പോകുന്ന സമയത്ത് ഭയങ്കര എഫർട്ട് ചെയ്യും. പക്ഷെ അവിടെ ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നെഗറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കർമ്മ അല്ലെന്നുള്ള കയറി പോകുന്ന പാകതയൊക്കെ നിങ്ങൾ നെഗറ്റീവ് പരമായിട്ടുള്ള ആ വ്യക്തിയുടെ സിറ്റുവേഷൻസും അനുഭവിക്കേണ്ടി വരും. അപ്പം അതും കൂടെ മാക്സിമം നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നല്ലതാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വ്യക്തികളുമായിട്ട് കൂടുതലുമായിട്ട് നിങ്ങൾ അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. യൂണിവേഴ്സൽ പരമായിട്ടുള്ള പല ഗൈഡൻസുകൾക്കും, യൂണിവേഴ്സ് പരമായിട്ടുള്ള പല ഇൻസിഡൻസുകൾക്കും, അതേപോലെ തന്നെ ടവർ എനർജിയൊക്കെയാണ് കാണുന്നത്. അതായത് ഹൈ എനർജി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ആയിട്ടുള്ളൊരു എന്താ പറയാ ഓറ, ഹൈ ആയിട്ടുള്ളൊരു ഓറ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ആ വ്യക്തിയെടുത്ത് സംസാരിക്കാനും ആ വ്യക്തിയെടുത്ത് പോകാനും ഭയങ്കരമായിട്ട് പേടിയുള്ളൊരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറെ അധികം ആൾക്കാർക്ക്. കാരണം അതൊരു ലൈറ്റിംഗ് ആണ്. എന്തും തുറന്നടിച്ച് പറയാൻ പറ്റുന്ന, എന്തും തുറന്നടിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എന്തും തുറന്നടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിയെല്ലാം കൂളായിട്ട് എടുക്കുന്ന ഒരു അല്ലെങ്കിൽ സ്വഭാവക്കാരനോ അല്ലെങ്കിൽ സ്വഭാവക്കാരിയുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് വലിയ ഡീപ്പായിട്ട് എടുക്കുന്നത്, കാര്യങ്ങൾ അതിനനുസരിച്ച് മാനസികപരമായിട്ട് ഒരു കാര്യവും അവർ ഡീപ്പായിട്ട് അങ്ങനെ എടുക്കത്തില്ല. ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അതിനെ ആ വ്യക്തിക്ക് നന്നായിട്ട് എടുക്കാൻ അറിയാം. അതേപോലെ തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ടും സൈക്കിക് അറ്റാക്ക്, അതുപോലെ തന്നെ എനർജി ട്രോമാസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് അഡിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് പറ്റും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി ഇപ്പോൾ കുറെ അധികം ചെറിയ ചെറിയ കർമാസ് എന്ന് പറയുമ്പോഴത്തേക്കും ചെയ്ത നന്മകളായിരിക്കാം അല്ലെങ്കിൽ ചെയ്ത തിന്മകളായിരിക്കാം. അത് ബേസ് ആയിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ ഈ വ്യക്തി റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ വരുന്ന ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും സണ്ണിന്റെ എനർജിയാണ് വരുന്നത്. അതായത് ഈ വ്യക്തി ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. നിങ്ങൾക്ക് ഈ വ്യക്തിയെ കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത വിധം ഈ വ്യക്തിയെ ആരോ അല്ലെങ്കിൽ ഏതോ ഒരു എനർജി ഭയങ്കരമായിട്ടും അഡിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം സേവ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ മദർ എനർജി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി എനർജി ആയിരിക്കാം. അപ്പം ഏതോ ഒരു പവർ ഭയങ്കരമായിട്ടും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അതിന്റെ ലൂപ്പ്, മേ ബി ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ദൈവവിശ്വാസം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായിട്ടും മെച്ചപ്പെട്ടൊരു കുറച്ച് അറിയപ്പെടുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഈ വ്യക്തി ആ ഒരു സമൂഹത്തിൽ തന്നെ കുറച്ചധികം മേ ബി ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വൽ ജേണിയിലുള്ള ഫാമിലിയിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. മേ ബി ആളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും സ്പിരിച്വൽ ജേണിയിലുള്ള വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ കുറച്ചധികം ആൾക്കാരെ. അതുകൊണ്ട് തന്നെ സൺ എനർജി ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും വിധം ഭയങ്കര നെഗറ്റീവ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസ് ഈ ഒരു സമയത്ത് കൂടുതലാണ്. അപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തിയുടെ പവർ ഇപ്പോൾ ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കുറച്ചധികം ആൾക്കാർ ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയിലുപരി
നിങ്ങളിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോൾ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഇന്നറിൽ നടക്കുന്ന കുറേയധികം സിറ്റുവേഷൻസും ഇന്നറിൽ നടക്കുന്ന കുറേയധികം കാര്യങ്ങളുമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നോർമലി ഒരാളുടെ ഫേസ് കണ്ടിട്ട് അല്ലെങ്കിൽ നോർമലി ഒരാളെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും വാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആ വ്യക്തിയുടെ ഇന്നർ എന്താണ്, ആ വ്യക്തിയുടെ ഉള്ളെന്താണ്, ആ വ്യക്തിയുടെ ഇന്നർ വോയിസ് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ നിങ്ങൾ പെരുമാറാൻ വേണ്ടി നോക്കും. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടാവാൻ കാരണം തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ ഒരേ രീതിയിൽ ചിന്താഗതി ഇല്ല, ഒരേ വേവ് ലെങ്ത് അല്ല എന്നുള്ള സിറ്റുവേഷൻസും ആയിരിക്കും. ഒരാള് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ നേരെ നെഗറ്റീവ് ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ നേരെ വേറെ രീതിക്കായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങൾ കണ്ടൊരു വ്യക്തിയായിട്ട് അല്ല. കാരണം രണ്ടും ഒന്നിച്ച് പോകാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണകൾ, ഈഗോ സെൻസ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ചൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ രണ്ടും വേറെ വേറെ രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാം. ഒരു കോംപ്രമൈസ് ടോക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറെ അധികം ആൾക്കാർക്ക് നിങ്ങൾക്കൊരു സൈക്കിക് അറ്റാക്ക് തരാൻ പറ്റുന്ന ഒരു ഡെവിൾ എനർജി ആയിട്ട് ഈ വ്യക്തി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം, ഭയങ്കരമായിട്ടുള്ള ഡിപ്രഷൻ, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി, നിങ്ങൾക്ക് ആ വ്യക്തിയെ കുറിച്ച് ഓർക്കാൻ പോലും പറ്റാത്ത വിധം ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾ ഈ എനർജി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു വാല്യൂ ഉള്ള സാധനം എനർജി. നമ്മൾ പൈസ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നതും എല്ലാം, നമ്മൾ ആഹാരം കഴിക്കുന്നതും എല്ലാം നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു വ്യക്തിയെ ഓർത്ത് വിഷമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തിയിലോട്ടാണ് ആ എനർജി നിങ്ങൾ പാസ് ചെയ്യുന്നത്. നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് വെക്കണം. അതായത് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളിപ്പം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വ്യക്തിയിലോട്ട് പാസ് ചെയ്യുന്നത് എനർജിയാണ്. തിങ്ക് ചെയ്യുന്ന, ആ വ്യക്തിയെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നത്, ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്നതൊക്കെ ഒരു എനർജി ആയിട്ട് കോഡുകൾ വഴി ആ വ്യക്തിയുടെ ലൈഫിലോട്ട് പോയിട്ട് നിങ്ങൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എനർജി ആ വ്യക്തി പോസിറ്റീവായിട്ട് മാറും. പക്ഷെ ആ വ്യക്തിക്ക് അത് അറിയാൻ പോലും പറ്റത്തില്ല. ആ വ്യക്തി നിങ്ങൾക്ക് സൈക്കിക് അറ്റാക്ക് വഴി നിങ്ങളുടെ ലൈഫിലോട്ട് തരും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് ഡെവിൾ എനർജി ഉണ്ട്, അല്ലെങ്കിൽ ഡെവിൾ ആയിട്ടാണ് മാറിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാനസികപരമായിട്ടും അതിനെ നിങ്ങൾക്ക് ഇത് കുറെ അധികം ആൾക്കാർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിരിക്കാം, മേ ബി ഇത് ഈ ഒരു വ്യക്തി നിങ്ങൾ ആരുമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഇഷ്ടം പ്രാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരുകയും ചെയ്യും, അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ് തരാണ്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു എത്ത് കൊടുക്കാണ്ട്. കാരണം നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള ഒരു വിഷമം, നിങ്ങൾക്ക് മാനസികപരമായിട്ടുള്ള നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻസും അതേപോലെ തന്നെ നെഗറ്റിവിറ്റീസും പ്രശ്നങ്ങളും ഹെഡ് ഏക്കും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ്. പക്ഷെ ഈ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്, പക്ഷെ കമ്മിറ്റ്മെന്റ് തരുന്നുമില്ല. ഇതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ മാക്സിമം കൂട്ടാൻ വേണ്ടി നോക്കുക. കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഈ വ്യക്തി ഒളിഞ്ഞും മറഞ്ഞു നിന്ന് നിങ്ങളെ പല രീതിക്കും നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, കുറെ അധികം ആൾക്കാരുടെ ലൈഫിൽ സ്പിരിച്വൽ ജേണിയാണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും, ഈ വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവുന്നതായിട്ടാണ് കുറെ അധികം ആൾക്കാരുടെ അടുത്ത് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളെ ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. ഒരു മാസ്ക് ഉള്ള രീതിയിൽ പലര് ഫേസ്ബുക്ക് വഴി അല്ലെന്നുണ്ടെങ്കിൽ ട്വിറ്റർ അങ്ങനത്തെ സോഷ്യൽ മീഡിയാസ് വഴി നിങ്ങളെ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തി കുറെ അധികം ആൾക്കാരുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിക്ക് എന്താ പറയാ, നിങ്ങളിപ്പം ആലോചിച്ച വ്യക്തിയുടെ ലൈഫിൽ കുറെ അധികം കോമ്പറ്റീഷൻസ്, കുറെ അധികം പ്രശ്നങ്ങൾ, കാർമിക് പരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ സ്വഭാവം തന്നെ എന്താണ്, ആരെയും അടിച്ചമർത്തി, ഈ വ്യക്തിയുടെ സ്വയം കാര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം നീഡ്സിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കുരുതിക്ക് കൊടുത്തിട്ട് കോമ്പറ്റീഷൻ ഫീൽഡിൽ എന്തൊക്കെ ആയാലും ആ വ്യക്തി ജോലി നേടി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയാലും കുഴപ്പമില്ല, എനിക്കെന്റെ ജോലി, എനിക്കെന്റെ കരിയർ, എനിക്കെന്റെ ഫിനാൻസ്, എനിക്ക് അതൊക്കെയാണ്, എനിക്കെന്റെ ഫാമിലി, എനിക്കെന്റെ സ്വന്തം കാര്യങ്ങളാണ് വലുത്, അതിലും കാലം നിങ്ങൾ എവിടെ വന്നു കഴിഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങളാണ്. അവിടെ നിങ്ങൾ എത്ര പേര് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നേടണം, അച്ചീവ് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു താക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പല രീതിക്കും ഈ വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഇതിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി എന്തൊക്കെ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവസാനം ഒന്നുമില്ലാതെ വിഷമമായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കാൻ പോകുന്നത്. കാരണം ഈ വ്യക്തി ചേർത്ത് പിടിച്ചതെല്ലാം, ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്നതെല്ലാം ഒരു നാൾ നഷ്ടപ്പെടും എന്നുള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റും. കാരണം ബാക്കിയുള്ളവരൊക്കെ ചൂർന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റും. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
കുറെ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാം അച്ചീവ് ചെയ്യാനും നേടാനും പറ്റിയ വ്യക്തികളാണെങ്കിൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാത്തൊരു വ്യക്തികളായിട്ട് കാണാം. നേടാനും എല്ലാവർക്കും പറ്റും, നേട്ടം കൊണ്ട് എല്ലാം സമ്പാദിക്കാനും പറ്റും, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. അതിവിടെ ഇല്ലാതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഉള്ളായിരുന്നുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഭയങ്കരമായിട്ടും ബ്ലോക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പം നേടിയ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ടുള്ള ബ്ലോക്ക് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, മേ ബി ഇത് നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങൾ ആരും ആണോ ഇത് അതെനിക്കറിയത്തില്ല. പക്ഷേ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ റിയലൈസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങൾക്ക് ലൈറ്റ് അപ്പ് തന്നൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മാക്സിമം നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല സിറ്റുവേഷൻസിലും വരുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കുറെ അധികം ആൾക്കാർ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സമയം മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ മൂലം കിട്ടണമെന്നില്ല. ഓക്കെ, പല ആൾക്കാർ അതിന് ഡിവൈൻ പരമായിട്ട് പല ആൾക്കാർ പ്ലാൻ ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ ഇറങ്ങിയതിന് ശേഷം മാത്രമേ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ, അതായത് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ആ വ്യക്തിയെ തന്നെ നിങ്ങൾ മനസ്സിൽ നിന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ കുറച്ചധികം കാർഡ്സുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു വ്യക്തി ഇപ്പം റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ വ്യക്തി ഉടനെ തന്നെ വിദേശത്തോട്ടോ അല്ലെങ്കിൽ വെളിയിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലോട്ടോ വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി ഭയങ്കര അകലെയായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് ഇനി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സംഭവങ്ങൾ, ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് കുറേ അധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഭയങ്കരമായിട്ടും അടിച്ചു കയറി വരുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു ഹെഡ് ഏക്ക്, ഒരു സൈക്കിക് അറ്റാക്ക്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലോട്ട് ഭയങ്കരമായിട്ടും അഡിക്റ്റ് ആയി വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം ഏതൊക്കെയോ വ്യക്തികളെ ഈ ഒരു വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു എനർജി ഈ ഭയങ്കരമായിട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ. മേ ബി ജോബ് ബേസിലായിരിക്കാം, കരിയർ ബേസിലായിരിക്കാം, ഫിനാൻഷ്യൽ ബേസിലായിരിക്കാം. അങ്ങനത്തുള്ള എന്തൊക്കെയോ നെഗറ്റീവ്സ് ആയിട്ട് ഈ വ്യക്തിയെ പെരുമാറുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് കുറേ അധികം വേരുകൾ ഉള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിൽ കുറേ അധികം കണക്ഷൻസ് ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻസ്, ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ചിന്തിച്ചാലും കിട്ടാത്ത രീതിയിലുള്ള കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ കുറേ അധികം ആൾക്കാരും ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ പുറമേ കാണും കണക്കല്ല, ഉള്ളിൽ നിന്നുകൊണ്ട് നോക്കുന്ന സമയത്ത് കുറേ അധികം വേരുകൾ, കുറേ അധികം പ്രശ്നങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട കുറേ അധികം സിറ്റുവേഷൻസ് ഉണ്ട് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഇൻസിഡന്റ് വരാനും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഈ വ്യക്തിയെ കാണാനും അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ട് പരിചയപ്പെടാനും ഉള്ള ഒരു വിധി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ പാസ്റ്റ് ലൈഫിലുള്ളതേ കാണാൻ പറ്റുന്നുണ്ട്.
ഓൾറെഡി നിങ്ങൾ കണ്ടുമുട്ടണം, ഓൾറെഡി നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരണം, ഈ പറയുന്ന കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനറേറ്റഡ് ആവണം, നിങ്ങൾ ഒറ്റപ്പെടണം, നിങ്ങൾ ഡിപ്രഷൻ്റെ പീക്കിൽ പോകണം, നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എഴുതപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തോട്ട് വരണം, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങളുടെ അടുത്തോട്ട് വരണം, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ സോൾ ആയിട്ട് തന്നെ അതിനെ മാറ്റി വെക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പോഴേ വരാൻ വേണ്ടിയിട്ട് വലിയ ചാൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, കരിയർ ആയിരിക്കാം, ഫിനാൻഷ്യൽ ജോബ് ആയിരിക്കാം, ബിസിനസ് ആയിരിക്കാം, എന്ത് തന്നെ ആയിരിക്കാം, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുള്ളതായാലും അതിൽ പൂർണ്ണമായിട്ടും മനസ്സുറപ്പിച്ച് അതിൽ തന്നെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് ആ വ്യക്തിക്ക് ഡിവൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും ക്ഷമാപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണുന്നത്. സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ജോലി സ്ട്രെസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളായിരിക്കാം, ഫാമിലി റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, കൂട്ടുകാരന്മാരിൽ നിന്നും കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഉണ്ടാവുന്ന, കൂടെ നിന്നുകൊണ്ട് കുതികാല് വെട്ടുന്ന കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുകൊണ്ട് വേദോപദേശം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് കുഴി കൊണ്ട് ചാടിക്കുന്ന, നെഗറ്റീവ് പറഞ്ഞു കൊടുത്ത് കുഴി കൊണ്ട് ചാടിക്കുന്ന കുറച്ചധികം വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ അധികം ആൾക്കാരുടെ എന്താ പറയാ ഒരു അഡ്വൈസ് കേട്ടുകൊണ്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി നിന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന കുറച്ചധികം എനർജികൾ ഇവിടെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി പാവമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം നന്മകൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറെ അധികം നന്മകൾ ചെയ്ത് ഒരു പാവം ഡിവൈൻ വ്യക്തിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ വ്യക്തി കുറെ അധികം കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. കുറെ അധികം കാര്യങ്ങൾ നേടി, കുറെ അധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, പണമുണ്ട്, പ്രസക്തിയുണ്ട്, ജോലിയുണ്ട്, കരിയർ ഉണ്ട്, ഫാമിലി ഉണ്ട്, എന്തുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ടും ലേറ്റനിങ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. ഈ വ്യക്തി കീഴടക്കേണ്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി മുന്നേ തന്നെ കീഴടക്കി കഴിഞ്ഞു. പക്ഷേ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി എന്തോ കാര്യങ്ങൾ അച്ചീവ് ആക്കിയില്ല, അല്ലെങ്കിൽ എന്തോ ഈ വ്യക്തിക്ക് ഒരു സോൾ പർപ്പസ് ഉണ്ട്, ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന് തോന്നി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ തോന്നി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻറ്റ്യൂട്ടീവ്ലി അല്ലെന്നുണ്ടെങ്കിൽ സ്വപ്നപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തി അച്ചീവ് ചെയ്യുന്നുണ്ട്, ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ സോളിനെല്ലാം അറിയാമെങ്കിൽ പോലും ഈ വ്യക്തി ഭയങ്കരമായിട്ടും ഒരു അലസമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നടക്കുന്നത്. അതായത് ലക്ഷ്യബോധമില്ലാണ്ട് ഇപ്പോഴും കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. മേ ബി കൂട്ടുകാരന്മാരോട് അല്ലെങ്കിൽ കൂട്ടുകാരിയോടൊപ്പം ഒക്കെ കാര്യങ്ങളും പറഞ്ഞ് റിയലൈസേഷൻ ഇല്ല, അതാണ് ബെസ്റ്റ്. നമുക്ക് കാണുമ്പോഴത്തേക്കും റിയലൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു റിയലൈസേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. കർമ്മ റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്നത് ഈ വ്യക്തിക്ക് അറിയാൻ പോലും പറ്റുന്നില്ല. മേ ബി ഒരു കർമ്മ ജനറേറ്റ് ആവുന്നത് ഇപ്പം നിങ്ങളുടെ അടുത്തൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വഴി ആയിരിക്കത്തില്ല കർമ്മം ജനറേറ്റ് ആവുന്നത്, അതൊരു വേറൊരു വ്യക്തി മൂലം, അല്ലെങ്കിൽ ഇപ്പം പല പല ആൾക്കാർ വഴി പല പല സിറ്റുവേഷൻസ്, ചിലപ്പം ഒരു ഉറുമ്പ് തന്നെ മതിയാവും, പോയി കടിച്ചു കൊടുത്താൽ മതിയാവും, അവിടെ കർമ്മ ജനറേറ്റഡ് ആവും. അപ്പം ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് ഉറുമ്പ് കടിക്കുന്നേക്കാം. അപ്പം അങ്ങനത്തെ ഉള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ പല പല രീതിയിൽ പല പല സിറ്റുവേഷൻ വഴി കർമ്മ ജനറേറ്റഡ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുക. അപ്പം ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് എതിർത്ത് നിൽക്കുന്നുണ്ട് സിറ്റുവേഷൻസും, അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ വ്യക്തി എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി കുറേ അധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുന്നുണ്ട്. അങ്ങനത്തെ സമയത്തായാൽ പോലും കുറച്ചധികം സ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണം, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കണം. വിഷമത്തോടെ ആണെങ്കിലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് വിഷമം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഓൾറെഡി ഡിസിഷൻ എടുക്കേണ്ട ടൈം കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷൻ, അതായത് ആരുമില്ലാതെ നിൽക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ആ വ്യക്തി ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ജെനുവിൻലി ആ വ്യക്തി ഇന്നറിലോട്ട് നോക്കുന്ന സമയത്ത് ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു വലിയ ഹാപ്പിനെസ് ഒന്നും ഇല്ല എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
ലക്ഷ്യബോധത്തിലോട്ട് പോകാൻ പറ്റായ്മ അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോൾ പർപ്പസ് ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ സോൾ കണക്ഷൻ ഉണ്ട്, സോളിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ പോലും സോൾ ഭയങ്കരമായിട്ടും ആസ്വദിക്കുന്നുണ്ട്, സോൾ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു അംശം മാത്രമേ ആ വ്യക്തിക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറെ അധികം ആഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ട് കുറെ അധികം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ തന്നെ വിധിപ്രകാരം മാത്രമേ ഈ വ്യക്തി പോകത്തുള്ളൂ. ഇപ്പം ഒരു നല്ല സമയമായിട്ടാണ് ആ വ്യക്തിനെ സംബന്ധിച്ച് കാണുന്നത്. എന്ത് പ്രശ്നം എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിക്കാലും സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സമയം മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ഉറുമ്പ് തന്നെ മതിയാവും. ഓക്കെ, അപ്പം ഈ വ്യക്തി കുറെ അധികം നന്മകൾ ചെയ്യുന്നുണ്ട്, ഈ വ്യക്തി കുറെ അധികം തിന്മകളും ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം ഈ വ്യക്തി ചെയ്തിട്ട് പോകുന്ന തിന്മകളൊക്കെ പോകുന്ന സമയത്ത് തിരിച്ച് അതേ കണക്ക് തന്നെ വന്ന് എടുത്തുകൊണ്ട് പോവേണ്ടി വരും. അപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ജനറേറ്റഡ് ആവും തിരിച്ചു വരുമ്പോൾ. കാരണം ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല കർമ്മ ജനറേറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അല്ലെങ്കിൽ കർമ്മ ജനറേറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, പുറമേ നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് കാണുന്നത്, പുറമേ നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പം അറിയാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ചെടി കൊണ്ട് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറം മാത്രമേ കാണാൻ പറ്റൂ, പക്ഷെ ഉള്ളിലാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വേരുകളാണ് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പക്ഷെ നമുക്ക് പുറം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ആ വേരിന്റെ അടിയിൽ എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം നമുക്കത് പക്ഷേ മുറിച്ച് കളയുന്ന സമയത്ത് വേരോടെ മുറിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും പൊങ്ങി പൊങ്ങി വരും. അപ്പം അതിന്റെയൊക്കെ ഒരു സംഭവമായിട്ട് കാണാൻ പറ്റും. കർമ്മ ജനറേറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറെ അധികം ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്, പക്ഷേ നിങ്ങളുടെ സ്ട്രെസ് എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയാനും പറ്റുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നും ആ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് ടെലിപ്പതിക്ക് അയച്ചു കഴിഞ്ഞാലും പോകുന്നത് വേറെ രീതിയിലോട്ടാണ്. ആ വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാകുന്നത് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നത്. എൻജോയ്മെന്റ് പീക്ക് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കുറെ അധികം ആൾക്കാർക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഓക്കെ, ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ.